റമളാൻ വിട പറയാൻ പോവുകയാണ്. പരിശുദ്ധ റമളാൻ. ആ വിട പറയാൻ പോകുന്ന റമളാനിന്റെ ഒടുക്കത്തെ പത്തിലാണ് ഈ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ്. 3000 രാവും 3000 പകലും എടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവുകൊണ്ട് വാരിക്കൂട്ടണോ? ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക, ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക. 80 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരുപക്ഷേ 80 കൊല്ലമുണ്ടാകാൻ പ്രയാസമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്, നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ, നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുൽ അമീനായ ജിബ്രീലിന്റെ വഹി ഏറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മുവത്തയിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അനീസുൽ ജഹ്നീർ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, തിരുദൂതരെ, എന്റെ വീട് വളരെ അകലെയാണ്, അതിനാൽ ആ ഖുർആൻ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ഒരിത്തിരി വളവ് കാണിച്ചതാണ്. സഹാബാക്കളുടെയുള്ള സമർത്ഥന്മാരെ പേരെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല പള്ളിയിലേക്കൊക്കെ, അതുകൊണ്ട് അതിന് നിനക്കൊന്ന് പറഞ്ഞെന്ന ഒരു ഒച്ച സൗകര്യമായിരുന്നു പറഞ്ഞു. 10 ഉറുപ്പ്യ ഉണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല അവര്, ആഖിറത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു. അതിനാൽ അവത് അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അപ്പോൾ തിരുമേനി അരുളി, റമളാൻ 23-നാണ് അത് അവതരിച്ചത്. നോക്കണം, 27 ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് ഹദീസിൽ കാണുന്നു. അതെ, അള്ളാന്റെ റസൂലാ പറഞ്ഞത് 23-നാണ് അത് അവതരിച്ചത്. ആകെ കൂടി ഇങ്ങനെ വട്ടം കറക്കണ ഡേറ്റാ ലൈലത്തുൽ ഖദ്റിന്റെ ഡേറ്റ്, അത് അങ്ങനെ തന്നെ വേണം.